നമസ്കാരം. എമ്പുരാൻ സിനിമാ വിവാദങ്ങൾക്കിടെയാണ് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടന്നത്. ഇതോടെ ഈ വിഷയം കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു. എമ്പുരാൻ സിനിമയുടെ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്നത് ഗോകുലം ഗോപാലനായിരുന്നു എന്നതായിരുന്നു ഇതിലെ വാർത്താമൂല്യം. പരിശോധനകൾക്ക് ശേഷം ED ഇന്നലെ 1.5 കോടിയോളം രൂപ പിടിച്ചെടുക്കുകയും ചെയ്തു. വാർത്താക്കുറിപ്പിൽ സ്ഥാപനത്തിൽ പ്രവാസികളിൽ നിന്നും 593 കോടി രൂപ അനധികൃതമായി സമാഹരിച്ചു എന്നാണ് വ്യക്തമാക്കിയത്. ഗോകുലം ഗ്രൂപ്പിൽ തുടരന്വേഷണം നടക്കുമെന്നും ED വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ തന്റെ ചിട്ടി സ്ഥാപനത്തിൽ എല്ലാം ക്രമപ്രകാരമാണ് നടക്കുന്നത് എന്നാണ് ഗോകുലം ഗോപാലന്റെ വിശദീകരണം. ചട്ടവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും ED അന്വേഷണവുമായി സഹകരിച്ചുവെന്നും അദ്ദേഹം മറുനാടൻ മലയാളിയോട് വിശദീകരിച്ചു. അദ്ദേഹത്തിന്റെ വിശദീകരണം ഇങ്ങനെയായിരുന്നു: പ്രവാസികളിൽ നിന്നും ചിട്ടിക്കായി സമാഹരിച്ച പണത്തിന്റെ കാര്യമാണ് ED വ്യക്തമാക്കിയത്. എന്നാൽ ആ പണം സമാഹരിച്ചത് വിദേശത്തു നിന്നുമല്ല. പ്രവാസികളാണെങ്കിലും അവരുടെ വീടുകളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമോ മറ്റുമാണ് പണം ചിട്ടി അടവായി വാങ്ങിയത്. ചിട്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ NRI എന്ന് രേഖപ്പെടുത്താറുണ്ട്. ചെക്ക് വാങ്ങുന്നത് ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിലാണ്. ഇടപാടെല്ലാം നേർവഴിയിലാണ് നടന്നത്, അല്ലാതെ വിദേശ ഇടപാടുകൾ ഇല്ല. EDക്ക് മുന്നിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. പരിശോധനയിൽ അവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇതിൽ താനും ബോധവാനാണെന്നും അദ്ദേഹം പറയുന്നു. റിസർവ് ബാങ്കിന്റെ ചട്ടവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. ED കണ്ടെടുത്ത പണം കമ്പനിയുടെ ദൈനംദിന ആവശ്യങ്ങൾക്കും സംഭാവനകൾക്കും മറ്റുമായി കരുതി വെച്ചതാണ്. അതിന് കണക്കുകളുണ്ട്. ഇതിൽ രേഖകൾ EDക്ക് മുന്നിൽ ഹാജരാക്കും. 450-ലേറെ ബ്രാഞ്ചുകളുള്ള ധനകാര്യ സ്ഥാപനമാണ് ഗോകുലം ചിട്ടി. ധനകാര്യ സ്ഥാപനമാകുമ്പോൾ പലതും കൈകാര്യം ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണ്. ചില പ്രശ്നങ്ങളുണ്ടാകും. മുമ്പുണ്ടായ ചില തെറ്റുകൾ പരിഹരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. സ്ഥാപനത്തിൽ വലിയ പ്രശ്നങ്ങളില്ലേ? എല്ലാം നിയമപരമായാണ് മുന്നോട്ട് പോകുന്നത്. ആ സത്യസന്ധത കൊണ്ടാണ് ഇത്രയും വളർന്നതെന്നും അദ്ദേഹം പറയുന്നു. തനിക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളില്ല. എല്ലാവരും തുല്യരായി കാണുന്ന ശ്രീനാരായണ ഗുരുവിൽ വിശ്വസിക്കുന്ന ഹിന്ദുമത വിശ്വാസിയാണ് താൻ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനാകുന്ന ഒറ്റക്കൊമ്പൻ സിനിമയുമായി തുടർന്ന് മുന്നോട്ട് പോകും. ഷൂട്ടിംഗ് ഡേറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നും ഗോകുലം ഗോപാലൻ വ്യക്തമാക്കുന്നു. വെള്ളിയാഴ്ചയാണ് ചെന്നൈയിലെ കോടാമ്പക്കത്തുള്ള ഗോകുലം ഗ്രൂപ്പിന്റെ ധനകാര്യ സ്ഥാപനം, കോർപ്പറേറ്റ് ഓഫീസ്, കോഴിക്കോട്ടെ ഗോകുലം മാൾ എന്നിവിടങ്ങളിൽ ED ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത്. PTI റിപ്പോർട്ട് പ്രകാരം ഗോകുലം ഗോപാലനും അദ്ദേഹത്തിന്റെ കമ്പനിയായ ശ്രീ ഗോകുലം ചിറ്റ് ആൻഡ് ഫണ്ട്സ് കമ്പനി ലിമിറ്റഡിനുമെതിരെ ചില NRIകൾ ഉൾപ്പെടെ 1000 കോടി രൂപയുടെ FEMA അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ലംഘനങ്ങളും മറ്റ് അനധികൃത ഇടപാടുകളും ആരോപിച്ച നടപടി സ്വീകരിച്ചതെന്നാണ് അറിയിച്ചത്. വെള്ളിയാഴ്ച രാവിലെയാണ് റെയ്ഡ് ആരംഭിച്ചത്. കുറഞ്ഞത് 10 ED ഉദ്യോഗസ്ഥരെങ്കിലും കോടാമ്പക്കം പ്രദേശത്തുള്ള ശ്രീ ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസിന്റെ ചെന്നൈ ഓഫീസുകളെത്തിയിരുന്നു. പരിശോധനകൾ പൂർത്തിയാക്കി ED സംഘം ഇന്നലെ വാർത്താക്കുറിപ്പും പുറത്തിറക്കി. വിദേശത്തു നിന്നും 592.54 കോടി രൂപ അനധികൃതമായി സ്വീകരിച്ചതുൾപ്പെടെ ശ്രീ ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് FEMA ചട്ടങ്ങൾ ലംഘിച്ചെന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞത്. ശ്രീ ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ 1.5 കോടി രൂപ കണ്ടുകെട്ടിയെന്നും പത്രക്കുറിപ്പിൽ ED അറിയിക്കുന്നു. 1999-ലെ FEMA നിയമത്തിന്റെ ലംഘനം നടത്തിയതിന് 1.50 കോടി രൂപയും രേഖകളും പിടിച്ചെടുത്തുവെന്നും അന്വേഷണ ഏജൻസി എക്സിൽ അറിയിച്ചു. പിടിച്ചെടുത്ത പണത്തിന്റെ ചിത്രം ഉൾപ്പെടെയാണ് ED വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിന് പുറമെ ശ്രീ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കമ്പനി ഇന്ത്യക്ക് പുറത്തുള്ളവരിൽ നിന്നും 592.54 കോടി രൂപ സ്വരൂപിച്ചിട്ടുണ്ടെന്നും ED ചൂണ്ടിക്കാട്ടുന്നു.